ഈ നമ്മൾ ഒരാൾ കൈവിരലെ പിടിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരുടെയൊക്കെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമല്ലോ. നമ്മുടെ വിരലിലാണ് അവർ പിടിക്കുക. അപ്പോൾ ആ കൊച്ചു കൈ ഉയർത്തുന്ന പോലെയൊക്കെ ഉയർത്തി ഒരാൾ ആ കൊച്ചിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തേക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. ഈ കൊച്ച് മാ വിളിച്ചോണ്ടിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് എപ്പോൾ കരഞ്ഞാലും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ കുട്ടി നിർത്തി ചിരി തുടങ്ങും. ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി അമ്മ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ കൊച്ച് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ കൊച്ച് ഇങ്ങനെ വളരാൻ തുടങ്ങി. വളർന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചിൻ്റെ എന്തോ ജാതകമൊക്കെ നോക്കുന്നതിന് വേണ്ടി ഒരു ജ്യോതിഷനെ ചെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ച് മരിച്ചുപോയ അമ്മയെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കൊച്ച് അമ്മ അമ്മ എന്ന് പറയുന്നത്, അവരുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് വീഴാൻ പോയാലും ഉണ്ടല്ലോ, അവർ പറയുന്നത് ആ കൊച്ച് വീഴുന്നതിന് മുമ്പേ ആ കൊച്ചിരിക്കുന്നിടത്ത് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വീഴും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവർ കാണും കൊച്ച് വീഴാൻ പോകും, ഉടനെ ഓടി പിടിക്കാൻ പറ്റും. അത് ആരാണ് ഈ ഒബ്ജക്റ്റ് തള്ളിയിടുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ അമ്മ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് തൊട്ടിലേക്ക് കിടത്തി ഇവർ ഉറക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ അച്ഛൻ്റെ കൂടെ കൊച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഏതോ ഒരു സ്റ്റേജിൽ പുള്ളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കട്ടിലിൻ്റെ സൈഡിൽ വന്നേച്ചിട്ടൊരു സ്ത്രീ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയണ സ്ത്രീ രൂപം എന്ന് പറയുന്നു. നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞതോ നമുക്കറിയാവുന്നേ. അതെ അതെ. ആ രൂപം ഈ കുഞ്ഞിന് നല്ല പനിയുള്ള ദിവസമായിരുന്നു. അതുവരെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഞെട്ടി എഴുന്നേറ്റു, പുള്ളിയും ടെൻഷനായി. പക്ഷെ കുഞ്ഞ് അതുവരെ ബഹളം വെച്ച് ഒച്ച വെച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് വളരെ ശാന്തമായി അവിടെ കിടന്നുറങ്ങി. പുള്ളിയൊന്ന് മയങ്ങിപ്പോയപ്പം സംഭവിച്ചതാണ്. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത്, ഇവരുടെ ഫ്ലാറ്റിൽ കൊച്ച് കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും. അവിടെ ആ മുറിയിൽ വേറെ ആരോ ഉണ്ട്. ചില സമയത്ത് ആരോ ഒരു താരാട്ട് പോലെ മൂളുന്നൊരൊച്ച പോലെ തോന്നും. ചെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞായിരിക്കും മൂളുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറിക്കഴിയുമ്പം അത് കുഞ്ഞല്ല മൂളുന്നത്, ഒരു വലിയ ആളുടെ ഫീൽ ചെയ്യും.